പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു യോഗയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യോഗ ചെയ്തുകൊണ്ട് പരിശീലിക്കാൻ പറ്റുന്ന ഒരാസനമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് താടാസനമാണ്. പർവ്വതത്തിന്റെ ഉയരം പോലെ ഉള്ള അവസ്ഥ പ്രദാനം ചെയ്യുന്ന, ശരീരത്തിന്റെ അവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒരു ആസനമാണ് താടാസനം. താടാസനം ചെയ്യുന്നതിലൂടെ നമുക്കൊരുപാട് ശരീരത്തിന് ഗുണം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഉദരപേശികൾക്കും മറ്റും ആയാസം ലഭിക്കുന്ന ഒരാസനമാണ് താടാസനം. അതുപോലെ തന്നെ ദഹനത്തിനും മലശോധന സുഗമമാക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒരാസനമാണ് ഈ താടാസനം. അതുപോലെ നമ്മുടെ നട്ടെല്ലിന്റെ പേശികൾക്കും മറ്റും നല്ല അയവ് ലഭിക്കുക കൂടി ഈ ആസനത്തിലൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് കാലിന്റെ പേശികൾക്കും മറ്റും നല്ല ശക്തമാവുകയും വെരിക്കോസൊക്കെ കുറഞ്ഞു വരാനൊക്കെ സഹായകമാവുന്ന ഒരാസനം കൂടിയാണ് താടാസനം. താടാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലവേദനയോ അല്ലെങ്കിൽ തലകറക്കോ അങ്ങനെയൊക്കെ ഉള്ളവർ കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. കണ്ണ് തുറന്നുകൊണ്ട് നേരെ സ്ട്രെയിറ്റായി നോക്കിക്കൊണ്ട് ചെയ്യണം. നമുക്ക് താടാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കാലുകൾ ചേർത്ത് വെക്കുക, ടെൻഷനായി നേരെ നിൽക്കുക. അതിനുശേഷം പതുക്കെ കൈ രണ്ട് വശത്തേക്ക് 1 സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. 2 കൈ പതുക്കെ തിരിച്ചുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരിക. 3 നമ്മൾ കൈകൾ ഇങ്ങനെ കോർത്ത് ട്വിസ്റ്റ് ചെയ്ത് പതുക്കെ വലിച്ചു പിടിക്കുക. 3 ശരീരം മൊത്തം ഒന്ന് വലിച്ചു പിടിക്കുക. 4 മുന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതുക്കെ ഉപ്പൂറ്റി മുന്നിലേക്ക് പൊക്കുക. 4 പൊക്കിയ ശേഷം 5 താത്തി 6 7 നോക്കാം. ചെന്നോട് തന്റെ പാദം 4 ആണ് പൊക്കുന്നത്. 1 2 3 നമ്മൾ നേരെ പൊക്കി 4 മുന്നിലേക്ക് പതുക്കെ നിന്നു. 5 പതുക്കെ താത്തി 6 7. നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി പൊങ്ങുന്ന സമയം, ആദ്യം ചെറിയ സമയം നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മൾ പതുക്കെ ഇങ്ങനെ ഉപ്പൂറ്റിയിലേക്ക് ഉയർന്നതാണ് നിന്ന് നോക്കാം. പതുക്കെ ഇങ്ങനെ 1 2 1 2 കാലിന്റെ ഉപ്പൂറ്റി പൊക്കുകയും താഴ്ത്തുകയും ചെയ്ത് പരിശീലിക്കുക. അതുപോലെ തന്നെ നമ്മളായി നിൽക്കുന്ന സമയം, താടാസനം ചെയ്യുന്ന സമയം നമ്മുടെ കാലുകളിലെ പേശികൾക്കൊക്കെ നല്ല ശക്തി ലഭിക്കുകയും നല്ല ദൃഢമാവുകയും കാലിൽ വെരിക്കോസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ താടാസനം വളരെ ഉപയോഗപ്രദമാണ്.